വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓട്ട മത്സരത്തിൽ തോൽപ്പിച്ച ഒളിമ്പ്യൻ ആമയുടെ റിച്ച് ലുക്ക് കണ്ട് സുന്ദരി മുയൽ ഞെട്ടിപ്പോയി. തന്നെ ഫേമസ് ആക്കിയ മുയലിനോട് ആമ പറഞ്ഞു, അന്ന് കോൺഫിഡൻസ് കൂടി സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കയ്യിൽ കാശില്ലായിരുന്നു. അന്ന് KSFE ചിട്ടിയിൽ ചേർന്നതോടെയാണ് ജീവിതം മാറി മറിഞ്ഞത്. സുന്ദരിക്ക് വിശ്വസിക്കാനായില്ല. ചിട്ടി നഷ്ടമാണെന്ന് പറയുന്നവരുണ്ടല്ലോ. ആമ പൊട്ടിച്ചിരിച്ചു. ചിട്ടി ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായല്ല, ഒരു ഫണ്ട് റൈസിംഗ് മെത്തേഡായി കാണണം. അത് നേരാവണ്ണം ഉപയോഗിക്കാൻ അറിയാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ചിട്ടിയിൽ ചേരുന്നുണ്ട്. ആമ കുഞ്ഞുങ്ങളെ ഓട്ടം പഠിപ്പിക്കുന്ന ആമയുടെ സ്പോർട്സ് അക്കാദമി കണ്ട് കണ്ണു തള്ളി മുയൽ ചോദിച്ചു, ഇന്ന് SIP മ്യൂച്വൽ ഫണ്ടും ഒക്കെ ഉള്ളപ്പോൾ ചിട്ടി പുതുതലമുറയ്ക്ക് പറ്റിയതാണോ? ആമ വിശദീകരിച്ചു, അവിടെയൊക്കെ ഇൻവെസ്റ്റഡ് മണി പിന്നീട് അല്ലടോ കിട്ടുന്നത്. ചിട്ടി ഒരു ലോൺ പോലെയാണെങ്കിലും ചിട്ടിപ്പണം നമ്മുടെ ഏതൊരു ആവശ്യത്തിനും ഉപയോഗിക്കാമല്ലോ. പിന്നെ സിബിൽ സ്കോറും നോക്കണ്ട. മുയലിന്റെ സംശയം തീർന്നില്ല. ചിട്ടിപ്പണം കിട്ടാൻ ഈട് വെക്കണ്ടേ? ബാങ്ക് ലോണുകളിൽ ആധാരം വെക്കുമ്പോലല്ല, ചിട്ടിയിൽ നിനക്കടക്കാനുള്ള ബാക്കി പണത്തിന്റെ സെക്യൂരിറ്റി മാത്രം വെച്ചാൽ മതിയെന്നേ. മുയൽ ചോദിച്ചു, KSFE എങ്ങനാ, വിശ്വസിക്കാമോ? ആം അഭിമാനത്തോടെ പറഞ്ഞു, KSFE ചിട്ടികളെ പറ്റി അറിയാത്തവർ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് 50 ലക്ഷത്തിലേറെ കസ്റ്റമേഴ്സും 700-ലേറെ ബ്രാഞ്ചുകളുമായി KSFE വളരുകയാണ്. വളരെ പോപ്പുലറായ പ്രവാസി ചിട്ടികൾക്കും മൾട്ടി ഡിവിഷൻ ചിട്ടികൾക്കും പുറമെ ഗോൾഡ് ലോണുകളും ഹൗസിംഗ് ലോണുകളും ഓൺലൈൻ ഇടപാടുകൾക്ക് KSFE പവർ മൊബൈൽ ആപ്പുകളും ഒക്കെയായി ജനപ്രിയമായി കഴിഞ്ഞു KSFE. മുയൽ അസൂയയോടെ യാത്ര പറഞ്ഞിറങ്ങി. നമ്മുടെ KSFEയുടെ പ്രയാണം 55 വർഷങ്ങൾ പിന്നിടുകയാണ് ഈ നവംബർ 6-ന്. വിശ്വാസ്യതയോടെ കെട്ടുറപ്പോടെ നമ്മുടെ കൂടെ ഉണ്ടാവും KSFE എന്നും എപ്പോഴും.